സ്വാഗതം. ഇന്ന് നമുക്ക് എങ്ങനെ ഒരു ചോക്ലേറ്റ് മഫിൻസ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് അടിച്ചു പൊട്ടിച്ചേക്കാം. എന്നിട്ട് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി നമുക്കൊരു മൈദയോ അല്ലെങ്കിൽ നമുക്ക് ചോക്ലേറ്റോ ഒന്നും വേണ്ട. പക്ഷെ നമുക്ക് ക്വാറന്റൈൻ കാലത്ത് എങ്ങനെ ഒരു ചോക്ലേറ്റ് മഫിൻസ് ഉണ്ടാക്കാമെന്ന് നോക്കാം. പെട്ടെന്ന് നമുക്ക് പോവാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു ബർബൺ ബിസ്ക്കറ്റാണ്. അതൊരു പാക്കറ്റ് വേണം. ഇനി നമുക്ക് ഈ ബർബൺ ബിസ്ക്കറ്റ് രണ്ടായിട്ട് മുറിച്ചിട്ട് പൊടിക്കാൻ മിക്സിയിലിടാം. നമുക്ക് ഫൈൻ പൗഡറായിട്ട് വേണം. നമ്മുടെ ചോക്ലേറ്റ് ഭയങ്കര സ്മൂത്തായിട്ട് ഇരിക്കാൻ എന്ത് വേണം? നമുക്ക് ഫൈൻ പൗഡർ വേണം. അപ്പം നമ്മുടെ ഈ ചോക്ലേറ്റ് ഇത് ഫൈൻ പൗഡറായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇത് ഞാനിപ്പോൾ സ്പീഡ് ഇടുന്നത് നമുക്ക് പെട്ടെന്ന് ചെയ്യാനാണ്. അപ്പം എൻ്റെ ഇത് ഞാൻ ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ചായിട്ട് പാലൊഴിക്കാം. കാരണം ഇതിനൊരു മൃദുത്വം. ഇതൊന്ന് പൊങ്ങി വരണമെങ്കിൽ എന്ത് വേണം? നമുക്ക് വെള്ളം വേണ്ടേ? അപ്പം നമുക്ക് വെള്ളം ഒഴിക്കാം. വെള്ളത്തിന് പകരം നമ്മളിവിടെ എന്താ ഉപയോഗിക്കുന്നത്? പാലാണ്. അപ്പം നമ്മൾ കുറച്ചായിട്ട് പാലൊഴിച്ചു. ഇതിനൊരു കൊഴുപ്പ് വേണം. അപ്പോൾ ആ കൊഴുപ്പിന് വേണ്ടി നമ്മൾ മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആദ്യം എന്തും ഇടുന്നതിന് മുമ്പേ നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം. ഞാൻ സ്പീഡ് മിക്സ് ചെയ്യുന്നത് കണ്ടില്ലേ? അതുപോലെ നമുക്ക് ഇത്തിരി സ്പീഡിലൊക്കെ അങ്ങ് മിക്സ് ചെയ്യാം. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കണം. അപ്പോൾ ഇനി നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇടാം. ഞാൻ ബേക്കിംഗ് സോഡ ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു നുള്ളുപ്പ് ഇടാവൂ. എനിക്ക് ഇത്തിരി കൂടിപ്പോയായിരുന്നു ഉപ്പ്, സോറി. ഒരു നുള്ളുപ്പ് മാത്രമേ ഇടാവൂ, അല്ലെങ്കിൽ നമ്മുടെ ഉപ്പ് രസം ഇത്തിരി കൂടിയിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ മിൽക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് നല്ലപോലെ ഒരു കൊഴുപ്പിൽ വരാൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞ് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് സെറാമിക് കപ്പാണ് നമുക്ക് വേണ്ടത്. കാരണം ചൂട് കൊടുക്കുമ്പോഴത്തേക്ക് ഇത് പൊട്ടിപ്പോവല്ല. അപ്പോൾ ഇനി നമുക്കിതൊരു പാകത്തിനകത്തോട്ട് ഈ ബാറ്റർ ഒഴിക്കാം. ഒരു 2-3 ടീസ്പൂൺ മതി ഒരു കപ്പിന്. സ്മാൾ കപ്പാണെങ്കിൽ അത് പൊങ്ങി വരാൻ എന്തായാലും ഇത് സ്പേസ് എടുക്കുമല്ലോ. അപ്പോൾ ഒരു 2-3 സ്പൂൺ. അപ്പം ഒരു പാക്കറ്റിൽ നമുക്കൊരു 2-3 സ്പൂൺ വെച്ച് ചെയ്യാൻ പറ്റും. ഇനി നമുക്കൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു സ്റ്റീൽ പാത്രം, ഈ ചൂടൊന്ന് സ്പ്രെഡ് ചെയ്യാനാണ്, വെച്ചിട്ട് നമുക്കിത് പൊങ്ങി വെക്കാനൊരു പാത്രം കൂടി വെക്കാം. ഒരു സീവ് ട്യൂബ്, ഒരു സീവ് പ്ലേറ്റ്. എന്നിട്ട് നമുക്കിതൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ ഒരു 5 തൊട്ട് 10 മിനിറ്റ് വരത്തേക്ക് വെച്ചേക്കാം. ഇപ്പോൾ എൻ്റെ പ്രീ ഹീറ്റ് ആയി കഴിഞ്ഞ് ഇനി നമുക്ക് ഈ സെറാമിക് കപ്പിനകത്ത് നമ്മുടെ സൂപ്പർ ഡ്യൂപ്പർ മഫിൻസ് വെച്ചേക്കുന്നത് നമുക്ക് ഇതിനകത്തോട്ട് എടുത്ത് വെക്കാം. ഇപ്പം ഞാനിപ്പം 15 തൊട്ട് 25 വരെ മിനിറ്റാണ് ഇത് വെച്ചേക്കുന്നത്. എൻ്റെ ഇതായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് തുറന്ന് നോക്കിയാലോ? കാണാനൊക്കെ കൊള്ളാം അല്ലേ? ഇനിയും നിങ്ങളുണ്ടാക്കുമ്പോൾ ഇത്തിരിയും കൂടെ ഒക്കെ ക്രിയേറ്റീവായിട്ട് ഉണ്ടാക്കിക്കോ. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലോട്ടെടുത്ത് മാറ്റി വെക്കാം. ഇപ്പം ഭയങ്കര ചൂടാണ്, സൂക്ഷിച്ചും കണ്ടുമൊക്കെ എടുക്കണേ. എൻ്റെ കൈ ആകുന്ന പൊള്ളി, കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഞാനിപ്പം സൂക്ഷിച്ചും പതുക്കെയൊക്കെ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ആ സ്ലോ മനസ്സിലാവും ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ. അപ്പം എൻ്റെ മഫിൻസ് റെഡി ആയിരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അങ്ങനെ എൻ്റെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്കിനിയും ഇതുപോലത്തെയുള്ള വീഡിയോസും കൊണ്ട് വരാമെന്നോർത്ത്. ഓക്കെ, ബൈ ബൈ.